ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് ഹ്യുണ്ടായുടെ ക്രെറ്റ EV ആണ്. നിങ്ങൾ വിചാരിക്കും ഞാൻ ഓട്ടോ വ്ളോഗ് പരിപാടി തുടങ്ങിയത്. ഞാൻ ഓട്ടോ വ്ളോഗ് പരിപാടി തുടങ്ങിയതല്ല. ആക്ച്വലി എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഓട്ടോ വ്ളോഗിൻ്റെ ഷൂട്ടിൻ്റെ പരിപാടിക്ക് ഏതാണ്ട് ഇവിടെ ഒരു മോട്ടക്കുന്ന മൈതാനത്ത് മോട്ടം വെയിലത്ത് കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. അപ്പം ഞാനത് കാണാൻ വന്നപ്പോഴേക്കും എനിക്ക് എന്നിലൂടെ നിങ്ങളെ ഇത് പരിചയപ്പെടുത്തണം എന്നെനിക്ക് ഭയങ്കര ആഗ്രഹം തോന്നി. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഒരു ഏറ്റവും ബെസ്റ്റ് 5 ഫീച്ചേഴ്സ് അവനെ കൊണ്ടൊന്ന് പറയിച്ചിട്ടേ പോകത്തുള്ളൂ. ഇപ്പോൾ നമ്മളൊരു സാധനം മാനുഫാക്ചർ ചെയ്യുമ്പം അതിന് അതിൻ്റേതായ ചില പരാധീനതകളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ, ഞാനിപ്പോൾ ഈ ഷർട്ട്, ഇതൊരു ലിനൻ ഷർട്ടാണ്. ഇത് ഞാൻ 8 വർഷം മുന്നേ ഞാൻ നടത്തി പൊളിഞ്ഞൊരു കമ്പനിയുടെ സാധനമാണ്. അപ്പം ഒരു സാധനം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിന് അതിൻ്റേതായ ചില പരാധീനതകളുണ്ടാവും. അപ്പോൾ ഹ്യുണ്ടായെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ മുതലല്ല, ഇവൻ്റെ അനിയനൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് EVയുടെ വിശേഷങ്ങളിലേക്ക് വാ. Yes. Hi, how are you? Thank you for inviting. Actually, നമ്മുടെ കഞ്ഞിയിൽ പാറ്റി ഇടുമല്ലേ? ഞാൻ ഏത് പാറ്റിയിടണമെന്ന് ആലോചിച്ചിട്ടുണ്ട്. ഓക്കെ, എങ്ങനെയുണ്ട് വണ്ടി? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇലക്ട്രിഫൈങ് പെർഫോമൻസ് ആണ് വാഹനത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ. സാറിന് സ്പോർട്സ് വാഹനമൊക്കെ ഓടിക്കാൻ ഇഷ്ടമാണോ? പിന്നെ ഓക്കെ, അത്രത്തോളം ഇല്ലെങ്കിലും 7.9 സെക്കൻഡ് കൊണ്ട് തന്നെ 100 കിലോമീറ്റർ ഹിറ്റ് ആകുന്ന ഒരു വാഹനമാണ്. ഓക്കെ, ഇതിന്റെ നിലവിലുണ്ടായിരുന്ന ഒരു മോഡലിനെ ഇലക്ട്രിഫൈ ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഓൾറെഡി ക്രെറ്റ അറിയാം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യുന്ന SUV ആണ്. ഈ സെഗ്മെന്റിൽ ഏറ്റവും ടോപ്പാണ് നിൽക്കുന്നത്. അതായത് ഏറ്റവും ഒരു ആദ്യത്തെ 4 പൊസിഷൻസിലൊക്കെ കൂടുതൽ നിൽക്കുന്ന മാരുതിയുടെ വാഹനങ്ങളാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് ലൈക്ക് ഈ ഒരു സെഗ്മെന്റിൽ ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് സെല് ചെയ്യുന്ന ഒരു വാഹനമാണ് ക്രെറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഒറ്റ ചോദ്യം തുടക്കത്തിൽ, സാധാരണക്കാരന് അഫോർഡബിൾ ആണോ എന്നുള്ളതാണ്. അതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഞാൻ വിചാരിച്ചു ഇതിന് ഒരു 30 ലക്ഷത്തിന്റെ മുകളിലേക്ക് ഇലക്ട്രിക് വരുമ്പോൾ, കാരണം ഇലക്ട്രിക് ഇവർ ആദ്യം കൊണ്ടുവന്നപ്പോൾ നെഞ്ചിലൊക്കെ തീ കേട്ടോ വന്നിട്ട്. കാരണം കോഹനാന്ന് പറഞ്ഞ വാഹനമില്ല, ഇവർ ആദ്യം കൊണ്ടുവപ്പോൾ ഒരു 38 ലക്ഷം രൂപയൊക്കെയാണ് CBA വരുന്നത്. അപ്പം നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല ലൈക്ക് ഇത് എന്തെങ്കിലും ഒരു പ്രാപ്യമാകുമോ എന്നുള്ളൊരു കാര്യമായിരുന്നു. പക്ഷേ ഇതിൻ്റെ പ്രൈസ് വന്നപ്പോൾ നല്ലത്. അതായത് 17.99 ലക്ഷത്തിന് ഏറ്റവും ബേസ് വേരിയൻറ്റ് സ്റ്റാർട്ട് ചെയ്യും. അതായത് ഒരു നമുക്ക് അതിൻ്റെ ഒരു റേഞ്ചിലാണ് നമുക്ക് വില വരുന്നത്. 2 റേഞ്ചാണ് ഓഫർ ചെയ്യുന്നത്. അതായത് നമുക്കിപ്പം ടോപ്പ് എൻഡ് വാഹനത്തിലേക്ക് വരുമ്പോൾ 473 കിലോമീറ്റർ ആണ് 51.4 കിലോ വാട്ടിൻ്റെ ബാറ്ററി വരുന്നത്. NMC ബാറ്ററീസ് ആണ്. അപ്പോൾ നമ്മളപ്പോൾ ഉള്ള പാവപ്പെട്ടവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 20 ലക്ഷം രൂപ അല്ലെങ്കിൽ 20 ലക്ഷം രൂപയ്ക്ക് ബേസ് വേരിയൻറ്റ് നമുക്ക് ഇറക്കാൻ പറ്റും. ഇല്ല അത്രയും കിട്ടത്തില്ല. 390 10 കിലോമീറ്റർ വ്യത്യാസമേ ഉള്ളൂ കണക്കിൽ. പക്ഷേ നമുക്ക് റിയൽ റോഡിൽ റേഞ്ച് വരുമ്പോൾ ഇപ്പോൾ ഒരു ബ്രാൻഡുകളും പറയുന്നത് കൃത്യമായിട്ട്, അല്ലാതെ അവർ പറയുന്ന AC ഓഫ് ആക്കി പ്രത്യേക ട്രാക്കുകളിൽ കൂടെ ഓടിക്കുമ്പോൾ 473 കിട്ടും. അതാണ് ഏറെ സർട്ടിഫൈഡ് ആയിട്ട് പറയുന്നത്. അത് നമ്മുടെ ജീവിതകാലത്ത് കിട്ടാൻ പോകുന്നില്ല. പക്ഷെ എന്നാലും നമുക്ക് ഏറെക്കുറെ അവർ പറയുന്നത് 80-85% കിട്ടും കേട്ടോ. ഇപ്പം എന്തായാലും ഇതിന്റെ ഡിസൈൻ എലിമെന്റ് ഒന്നും വലിയ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വന്നിട്ട് കുറെ ഓട്ടോകൾ ഉണ്ടായിരുന്ന ഓട്ടോക്കെ അടച്ചു. അത് തീർച്ചയായിട്ടും അതെ. അത് ഈ കഴിഞ്ഞ ഇപ്പം നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന എല്ലാ വാഹനങ്ങളും ഇപ്പം നമ്മൾ ഇതൊന്നല്ല, കഴിഞ്ഞ ദിവസം നമ്മൾ സിറോസ് നമ്മൾ എടുത്തായിരുന്നു. അത് കിയയുടെ വാഹനമാണ്. ഇതെല്ലാം ഒരു കമ്പനി തന്നെ, അമ്മയും കുഞ്ഞുമക്കളും ഒക്കെയാണ് വരുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ അതെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ഫേസ് ആണ് വരുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ മനസ്സിലാക്കി കാര്യം ഇപ്പം നമ്മൾ അത് ഞാൻ പറയാം എന്താണെന്നുള്ളത്. നമ്മൾ 2025 ഇപ്പം കഴിഞ്ഞ മാസം നമ്മൾ ഓട്ടോ എക്സ്പോ, ഭാരത് മൊബിലിറ്റി ഓട്ടോ എക്സ്പോ, ഏഷ്യയിലെ ഏറ്റവും വലിയ ഓട്ടോ എക്സ്പോ അതിൽ പങ്കെടുത്തായിരുന്നു. അതിൽ പങ്കെടുത്ത് മനസ്സിലായത് മിക്ക പവലിയൻസിലും മിക്ക കാർ കമ്പനീസിലും നമ്മൾ കണ്ടത് ഇലക്ട്രിക് വാഹനങ്ങളാണ്. അതായത് ഇനി ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഇലക്ട്രിക് ആണ്. പത്രത്തിലുള്ള ഡിസൈൻ എലമെന്റ് ആണ് മൊത്തത്തിൽ എല്ലാ വാഹനങ്ങൾക്കും വരുന്നത്. ഇപ്പൊ തുറന്നിരിക്കുന്ന കാര്യം പറഞ്ഞല്ലേ, അത് ഈ വാഹനത്തിനുള്ള ഒരു പ്രത്യേകതകളൊന്നാണ്. സാധാരണ ക്ലോസ്ഡ് ആയിട്ടുള്ള ഗ്രില്ലുകൾ വരുമ്പോൾ ഇതിനകത്ത് നമുക്കൊരു എന്താ പറയുന്നത് എയർ അകത്തേക്ക് ഇൻലെറ്റ് എടുക്കാൻ വേണ്ടിയുള്ള ഫ്ലാപ്പുകളാണ്. ഓക്കെ, അത് എന്ന് പറയുന്നത് നമ്മുടെ ഇതിനകത്ത് ഈ ഒരു ഹുഡിനകത്താണ് ഇതിൻ്റെ പെർമനന്റ് മാഗ്നറ്റ് സിങ്ക്രണസ് ആയിട്ട് വരുന്ന മോട്ടർ ഉള്ളത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആ ഒരു മോട്ടർ ചൂടാകാതിരിക്കാൻ വേണ്ടി, അല്ല ചൂടാവുകയാണെങ്കിൽ തണുപ്പിക്കാൻ വേണ്ടിയുള്ള എയർ ഇൻലൈറ്റ് ആണ്. അത് നല്ല സംവിധാനം ഉണ്ട്. എപ്പോഴും തുറക്കത്തില്ല, തണുത്തിരിക്കുന്ന സമയത്താണെങ്കിൽ തുറക്കില്ല. അതിൻ്റെ എപ്പോഴും ഓട്ടോകളൊക്കെ അടയ്ക്കണം, കൊച്ചു ഓട്ടോകൾ നമ്മൾ അടച്ചുകൊണ്ടിരിക്കണം. അതെ. സൈഡ് എലിമെന്റിലേക്ക് വരുമ്പോൾ സൈഡിൽ ഡയമെൻഷനിൽ വ്യത്യാസമില്ല. പക്ഷെ അതാ ഈ ഒരു വീൽസ് കണ്ടോ, നമ്മൾ അലോയ്സ് കണ്ടപ്പോൾ കുറച്ചും കൂടെ മനോഹരമായിട്ടുള്ള അല്ലല്ല, ഇതെന്ന് പറയുന്ന എയറോ ഇൻസേർട്ടുകളുള്ള അലോയ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതൊരു ഡിസൈൻ കുറച്ചുകൂടെ ഒരു ബ്ലേഡ് പോലത്തെ ഡിസൈനിലാണ് സംഭവം കൊടുത്തിരിക്കുന്നത്. വേറെ ഒന്നുമില്ല, ഫ്രണ്ടിലും ബാക്കിലൊക്കെ ഡിസ്ക് ബ്രേക്കുകളാണ്. നമ്മൾ ചവിട്ടിയെടുത്ത് നിൽക്കും. ഡ്രൈവിങ്ങിൻ്റെ കാര്യത്തിൽ ഈ ഒരു വാഹനം പുലിയാണ് കേട്ടോ, അത് പറയാതിരിക്കാണ്ട് നമുക്ക് സാധിക്കുന്നില്ല. പിന്നെ വേറെ എലമെന്റ് ആയിട്ട് പറയുന്നില്ല, നമുക്ക് റൂഫ് റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയ പാൻഡമിക് ആയിട്ടുള്ള സൺറൂഫുകളുണ്ട്. ഇത്തരത്തിലൊക്കെ വരുന്നത് നല്ല ക്രെറ്റയുടെ വലിപ്പം നമുക്ക് ഓൾറെഡി അറിയാമല്ലോ, വലിയ വ്യത്യാസങ്ങളോടെ വരുത്തിയിട്ടില്ല. ഇതൊക്കെയാണ് ഈ ഫ്രണ്ടിൽ നിന്ന് പറയാനുള്ള കാഴ്ച, സൈഡിൽ നിന്ന് പറയാനുള്ള കാഴ്ച.